siento libre. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്തെടുക്കാന്നുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾ ജിം പ്രോനെ ടാഗ് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ എടുക്കാമെന്നുള്ള നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ എടുക്കാന്നുള്ളതാണ് ട്രെൻഡിങ് ആയി എടുക്കുന്ന ജിം വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ എടുക്കാന്നുള്ളതിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ എൻ്റെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, വേറെ ഏത് വീഡിയോ കിട്ടാത്തതുണ്ട്. അപ്പം നിങ്ങളുടെ ജിമ്മിൻ്റെ വീഡിയോ എടുക്കുക. ഇതിപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് വെച്ചത്. ഇനി ഇതിലോട്ട് മ്യൂസിക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മ്യൂസിക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിൽ ബീറ്റ്സിൽ പോയിട്ട് ഓട്ടോ ജനറേറ്റ് എന്നുള്ളത് ഓൺ ആക്കുക. അപ്പോൾ ഇതിലോട്ട് കുറച്ച് പോയിന്റ്സ് കിട്ടും നമുക്ക്. ഓക്കെ, ഇവിടെ കുറേ പോയിന്റ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റത്തെ പോയിന്റിലാണ് നമുക്ക് ഫസ്റ്റത്തെ ബീറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ബീറ്റിൽ വെച്ചാണ് നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ആക്കേണ്ടത്. ഇതൊന്ന് സ്പ്ലിറ്റ് ആക്കുക, എന്നിട്ട് ഇവിടേക്ക് തിരിയണത് ഒരു ഇതെടുക്കുക, എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ഒന്ന് സ്പീഡ് കർവ് ചെയ്തെടുക്കുക, നിങ്ങൾക്ക് എവിടെ വരെ വേണ്ടിയെന്നുള്ളത് അതൊന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ 7.9 സെക്കൻഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് അവസാനിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബീറ്റിലോട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബീറ്റ് മുതൽ നമുക്ക് വേറെ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഓവർലേ ആക്കി എടുക്കാം. ഓക്കെ, ഓവർലേ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ തരുന്നൊരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ആ വീഡിയോ ടെലഗ്രാമിലുണ്ട്. ഓക്കെ, ഈ വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയില്ല. ഇനി ഈ ഓവർലേ കട്ട് ഔട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ തന്നെയുള്ള ഓപ്ഷനാണ് റിമൂവ് BGM എന്നുള്ളതിൽ ഓട്ടോ റിമൂവ് കൊടുക്കുക. കുറച്ചൊന്ന് സ്പീഡ് ആക്കുക, 2x ഇടാം. ഓക്കെ, ഇതിപ്പോൾ ഡ്യൂറേഷൻ കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓവർലേൻ്റെ അതേ ബീറ്റിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. ഇനി ഇത് ഒന്ന് ഒപ്പാസിറ്റി കുറച്ചതുള്ള ഒരു കീ ഫ്രെയിം കൊടുക്കണം. ഈ ഒരു കീ ഫ്രെയിം മുതൽ കൊടുക്കാം, ഒരു ബീറ്റ് മുതൽ അവസാനത്തെ ബീറ്റ് വരെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഒപ്പാസിറ്റി പോവാം, എന്നിട്ട് അവസാനത്തെ കീ ഫ്രെയിമിൽ അതൊന്ന് കുറയ്ക്കുക. ഓക്കെ, ഇനി ഇവിടം മുതൽ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ഈ കട്ടൗട്ട് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കളർ ഗ്രേഡ് ചെയ്താൽ നമുക്ക് ഇത് ക്ലിയർ ആക്കാം. ഓക്കെ, നമ്മൾ കുറച്ചൊന്ന് കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഇത് മാച്ചായി കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് സാച്ചുറേഷൻ കുറച്ചിടാം, കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അധികം എടുത്ത് കാണിക്കാൻ ആവശ്യമില്ല. ഒരു -25 വെച്ചിട്ടുണ്ട്, ഇതും അതേമാതിരി തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു പിക്ക് ഇങ്ങനെ കയറി വരുന്ന രീതിയിലുള്ള സംഭവം ചെയ്യണം. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ആഡ് ചെയ്യട്ടെ. പക്ഷെ ഞാൻ എൻ്റെ തന്നെ കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇത് ഇങ്ങനെ പോയിട്ട് പിന്നെ റിവേഴ്സ് വരണം, ഇങ്ങനെ പോയിട്ട് പിന്നെ റിവേഴ്സ് വരണം, ആ ഒരു ടൈപ്പുള്ള ചെയ്യണം. അതിന് എഫക്റ്റും ഉണ്ട്, നമ്മൾ വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ടും ചെയ്യാം. എഫക്റ്റ് കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കൊരു റിസ്കി സംഭവം ഒരു എഫക്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു സംഭവം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് പോകണം. റിവേഴ്സ് എന്നാണ് ഇതിൻ്റെ നെയിം, റിവേഴ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് പോവുക, എന്നിട്ട് ഒബ്ജക്റ്റ് പോയിട്ട് ഓളം നടക്കുക എല്ലാ വീഡിയോയും. ഓക്കെ, നമുക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു എഫക്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി എഫക്റ്റ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് സൗണ്ടൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് ലാസ്റ്റ് പ്രിവ്യൂ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണുക. ഇതിന്റെ സോങ് ഞാൻ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, ചെയ്ത് നോക്കുക. ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്ത് നോക്കുക. വീഡിയോ കാണാം. See you.